ഗൈസ്, അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയതായിട്ടൊരു ബാഗ് വാങ്ങിയിട്ടു. ഇതാണ് എൻ്റെ ബാഗ്. കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പൊളിപ്പിച്ച് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ബാഗ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ബാഗ്. ഇത് നല്ല തിക്നെസ്സാണ്. അവർ പറഞ്ഞിരുന്നു 2 കൊല്ലം യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വേണ്ട അവർക്കൊരു യൂസ് ചെയ്താൽ എനിക്ക് അടുത്തല്ലേ വേണ്ടേ. ഇതിനുള്ളിൽ ഞാൻ സാധനങ്ങളൊക്കെ നിറച്ചു കിട്ടും. നല്ല കാര്യമുണ്ട്, പക്ഷെ തൂക്കുമ്പോൾ അത്ര വേണമില്ല. ഇതിന് ബോക്സിൻ്റെ അറിയാക്കിയിട്ട് ഞാൻ അതിനുള്ളിൽ ഞാൻ എൻ്റെ ബോക്സ് വെച്ചു. ഇതെനിക്ക് എൻ്റെ കസിൻ സിസ്റ്റർ വന്നപ്പോൾ തന്ന കേട്ടോ. അപ്പോൾ അതിൽ വേഗം തൂക്കിയിട്ടു. ഞാൻ ബാഗ് തൂക്കണമെന്നായിരുന്നു വിചാരിച്ചത്. ബാഗ് കിട്ടിയപ്പോൾ എല്ലാം ഇങ്ങനത്തെ സിബിലെവിടെയും തൂക്കിയിടും, ഒന്നും കിട്ടിയില്ല. അത് കാരണം ഞാൻ ബോക്സിൽ തൂക്കിയിട്ട് പെട്ടു. അതിനകത്ത് കുറേ ഉണ്ട്. ഈ ഒറ മാത്രം പറ്റില്ല. ഈ ഒറയുടെ ഉള്ളിൽ ഞാൻ ക്യൂട്ട് പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ക്യൂട്ട് പെന്ന്. ഇതാണ് സംഭവം. എൻ്റെ യൂട്യൂബ് ചാനലിൽ 100K സബ്സ്ക്രൈബായ ഞാൻ എന്താ പറയുക ഗിവ് അവേ തരാം കേട്ടോ. 100K സബ്സ്ക്രൈബായ നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ തരുന്നത്. ഇത് വാങ്ങി. ഗിവ് അവേ സാധനങ്ങളൊന്നും ഞാൻ ഇപ്പോഴേ വാങ്ങിയില്ല, കാരണം ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേ ഉള്ളൂ. ഇല്ലെങ്കിൽ 1K അല്ല, ഒരു 1K സബ്സ്ക്രൈബ് ആയ ഞാൻ ഗിവ് അവേ തരാം. ഇത് ടേക്ക് യുവർ പ്ലേസ്. എന്നിട്ട് അതിൻ്റെ ഒരു സിബുണ്ട്. ആ സിബിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഈ പേൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് സാധാരണ മഷി തന്നെയാണ്. ഞാൻ മഷി കാണിച്ചത്. സോറി, മഷി കാണിച്ചില്ല അല്ലേ. സാധാ മഷിയാണ് കേട്ടോ. ഇതിൻ്റെ സാധാ ബ്ലൂ മഷി. എനിക്കൊരാഗ്രഹമായിരുന്നത് ജെൽപ്പെന്നാവണേ. അമ്മ ജെൽപ്പെന്ന് വാങ്ങിത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അത് കാരണം ഒരേ ഒരു ജെൽപ്പെന്നെങ്കിൽ പോലും അതുപോലും അമ്മ വാങ്ങിയൊന്നുമില്ല. പക്ഷെ എന്നെ കൊണ്ടുപോയ കാരണമാണ് എനിക്കിതൊക്കെ കിട്ടിയത് തന്നെ. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ വളഞ്ഞ സാധനം വാങ്ങിയിട്ട് വന്നേനെ. പേഴ്സിന് ഞാൻ വേഗം പോയി. കാരണം ഞാൻ എന്താ പറയുക, എന്തായാലും പോകുമ്പോൾ എൻ്റെ ഷേക്ക് പോയി. ഞാൻ വരണം. അപ്പോൾ എനിക്ക് ഷേക്ക് വേണ്ട പറഞ്ഞു. അടുത്ത് ഞാൻ ഷേക്കിന് വാശി പിടിച്ചിട്ട് വാശി പിടിച്ചതല്ല, ചോദിച്ചു. അപ്പം അമ്മ ലൈവ് വാങ്ങിയത്. ഈ അറയിൽ ഒന്നും വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. കണ്ടു, പക്ഷെ ഇതിലും ഉണ്ട് 2 ഇതൊക്കെ ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞത് അമ്മ. ഞാൻ കൊടുക്കില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മയുടെ സെലക്ഷനാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പറഞ്ഞില്ല അല്ലേ, ഇതെൻ്റെ അമ്മയുടെ സെലക്ഷനാണ്. അതിന് ശേഷം പിന്നെതാ ഇതിൽ 3 ആളുണ്ട്. ഇതാണ് അടുത്താറ്. ഇത് 2 സിബിളാറാണ്. ഇതിനുള്ള മറ്റേ പോലത്തെ സംഭവമില്ല കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ നോട്ട് ബുക്കുകളുണ്ട്. ഇതിൽ ഞാൻ ചിത്രങ്ങൾ നോക്കി വാങ്ങിയതാണ്. ഞാൻ ഇതിലിടാൻ പോണ കവറ് മറ്റേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കവർ എടുത്ത് വെച്ചാൽ ആ ഒരു അറയിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ അറയിലാണ് ഞാൻ രണ്ടാമത്തെ അറിയിൽ ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ട്. അത് ഒരു 4 ലൈൻ 2 ലൈൻ മാത്രം. ഒരു എന്താ പറയുക മാത്സ് നോട്ടും ഒരു 4 ലൈൻ ഒരു 2 ലൈൻ അതും വാങ്ങി. അതിനുശേഷം എല്ലാവരും ഒരു സംഭവം കാണിച്ചില്ല കേട്ടോ. ഇതാണ് എൻ്റെ കുപ്പി. ഞാൻ അവസാനം കാണിച്ചിട്ടോ. ഇതൊന്നും ഞാൻ വാങ്ങിയത്. അവർ പറഞ്ഞു ഇങ്ങനെ പുറത്ത് കാണുന്ന പോലത്തെ വേണമെന്ന്. അപ്പോൾ ഞാൻ ഇത് വാങ്ങി. എനിക്കിതൊന്ന് നീല കളറിന് കണ്ടത് പുറത്ത് കാണുന്ന പോലത്തെ ടൈപ്പാണ്. ഇത് ഞാൻ അത് കൊടുക്കില്ല. ഇതാകുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബുക്ക് നോക്കിയെടുത്തത്. ഇതാകുമ്പോൾ ഇത് ചെയ്താക്കി ഇതിൻ്റെ പുറമെ ഇതൊരു ചിത്രം, ഇതടുത്ത ചിത്രം. ഇതൊരു വരടാത്ത ബുക്കാണ്. ഇത് മാത്രം വരടാത്ത. ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഞാൻ കുറേ എണ്ണം വാങ്ങി. 1 വാങ്ങി, 2, 3, 7 എണ്ണമാണ് വാങ്ങേണ്ടത്. 4 എണ്ണം അതുപോലത്തെയും 2 അല്ല 3 എണ്ണമാണ് തോന്നുന്നു. നോക്കട്ടെ. 3 എണ്ണം ഫസ്റ്റ് കാണിച്ച ചെടിച്ചട്ടി ഇല്ലേ, അതെവിടെ ഞാൻ വെച്ചാ ചെടിച്ചട്ടി. സോറി, ചെടിച്ചട്ടിയല്ല, വീട്. ആ വീടിൻ്റെ 3 എണ്ണം. മറ്റേത് ഈ വീട് 3 എണ്ണം വാങ്ങി ഞാൻ. മറ്റേത് 3 എണ്ണം വാങ്ങി ഞാൻ. അല്ല, അത് ഞാൻ 4 എണ്ണം വാങ്ങി.
അതിന് ശേഷം പിന്നെ ഒരു ക്യൂട്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് സാധാ പേജ് തന്നെയാണ്, അതൊന്നും വെറൈറ്റി പേജല്ല. പിന്നെ ഇതാ ഇങ്ങനത്തെ 2 വരയുടെ തൂക്ക് ഞാൻ വാങ്ങി കേട്ടോ. 2 ഒരു ചിത്രമാണ്, 2 വരയുടെ ബുക്കും ഞാൻ വാങ്ങി. അപ്പം ഇത്ര സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇനി എൻ്റെ ചേച്ചി വാങ്ങിയത് കുറച്ച് സംഭവം, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ഇടാം. ഇപ്പം തന്നെ ഇടാം, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇടാം ആണെങ്കിൽ. എൻ്റെ ചേച്ചിയുടെ അല്ലെങ്കിൽ അതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത്രയും ബുക്സ് ഞാൻ വാങ്ങി. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊരു 4 ലൈൻ, ഇതൊരു 2 ലൈൻ, ഇതൊരു മാത്സ് നോട്ട് ഞാൻ ചെറുതേ വാങ്ങിയുള്ളൂ. പിന്നെ ഒരു ചെട്ട, എല്ലാം കാര്യമായില്ല, എൻ്റെ ബാഗും കാര്യമായി. ഞാൻ കുപ്പി കാണിച്ചു തരാം കേട്ടോ. അതാണ് കുപ്പി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ബാഗിന് ചേർച്ചുള്ള കളർ നോക്കിയിട്ട് ഇത് വാങ്ങി. പിന്നെ എൻ്റെ ബാഗിന് ചേർച്ചുള്ള ബുക്കുകളാണ് വാങ്ങാൻ വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല. ബോക്സ് ഞാൻ ബാഗിന് ചേർച്ചുള്ളത് തന്നെ വാങ്ങിയത് കേട്ടോ. പേർപ്പിൾ കളർ, മുഴുവൻ പേർപ്പിൾ കളർ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല അതേ വീഡിയോയിൽ, അത്ര കാണാനില്ല. സാധാ ഒരു റബ്ബർ, ഒരു കട്ടർ, പിന്നെ ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടതാണ്. പിന്നെ പേനയും മെസ്സൊന്നും ഞാൻ ആക്കിയില്ല. ഒരു പേന ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇത്ര കണ്ട ഒരു ഫുൾ മാർക്ക് ഒന്നും വിചാരിച്ചു. ഞാൻ ജയിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എന്തായിരുന്നു എല്ലാവരും ഞാൻ ജയിക്കില്ല പറഞ്ഞിട്ട് ഞാൻ ജയിച്ചു. ഞാൻ 6ാം ക്ലാസ്സിലേക്കാണ് ഇനി പോകാൻ പോണത്. എന്ന് ചോദിച്ചു ചോദിക്കുകയാണ്, നീ 6ാം ക്ലാസ്സിലേക്കല്ലേ പോകാൻ പോണത്, അതിനുള്ളൊരു ഇതുണ്ടോ ചോദിച്ചു. പറഞ്ഞാൾക്ക് പിന്നെ നല്ല ബുദ്ധി. കുറമി ഐ ലവ് യു. പിന്നെ എനിക്ക് ക്യൂട്ടൊന്നും അത്ര ഇഷ്ടമല്ല, എനിക്ക് കൂടുതൽ ആസ്തറ്റിക്സ് ആണ് ഇഷ്ടം. പക്ഷെ ആസ്തറ്റിക് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ അതാ ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ വാങ്ങിയില്ല കുറേ ഇങ്ങനെ നമ്പേഴ്സ് ചെയ്തിട്ടുള്ളത്, അതാണ് ഞാൻ വാങ്ങണം വിചാരിച്ചത്. പക്ഷേ ഇതിന് മറ്റും അടയ്ക്കണ സാധനമൊന്നുമില്ല, വെറുതെ സാധാ. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മയില്ല, അവിടെ നിന്ന് കടയിൽ നിന്നിട്ട് 1 മാസം ഉപയോഗിക്കാൻ. പിന്നെയല്ലേ മനസ്സിലാവുന്നൊരു കൊല്ലാണ്. ഇതിനുള്ളത് അഴിക്കാൻ പറ്റും. പക്ഷെ ഇത് അഴിഞ്ഞിട്ട് ഇരുന്നിരിക്കണേ, ഞാൻ ഫിറ്റ് ചെയ്തതാ. അത് വേറൊരു സ്ട്രോ, ആ സ്ട്രോ കൂടെ ഇവിടെ കയറ്റിയാൽ മതി. അത് അഴിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, അപ്പോൾ പൊട്ടി വരാനും പാടാണ്. അത് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതായത് ഞാൻ 1 2 പിന്നെ 3 4 5 ബുക്സ്. ഇത് മാത്രമാണ് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചത്. അപ്പോൾ ഇത്ര ഉള്ളതൊക്കെ വീഡിയോ. ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ ബാഗ് കാണിച്ചു തരാം. ബൈ. ഇങ്ങനത്തെ വിളിച്ചിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.